ഹലോ ഗൈസ്, വെൽക്കം ടു ആർട്ട് ബൈ ആദി. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്ലോറൽ സെൻറ്റാങ്കിൾ ആർട്ടിൻ്റെ ട്യൂട്ടോറിയലാണ്. ഫസ്റ്റായിട്ട് നമ്മൾ കുറച്ച് പൂവിൻ്റെ മുട്ടുണ്ടാവില്ല, അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലേസിലൊക്കെ പോയിട്ട് പൂവിൻ്റെ മുട്ട് വരക്കാം. ഇത് നമ്പേഴ്സോ എവിടെ വരക്കണോ എല്ലാം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ തണ്ടുകളെല്ലാം താഴോട്ട് ഒരു ലൈനായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ ലൈന് കൊണ്ട് എനിക്ക് സ്ട്രെയിറ്റ് ലൈൻ ആവാം, അല്ലെങ്കിൽ ഒരു കർവ്ഡ് ലൈൻ ആവാം. ഇതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിൽ ഞാൻ ആദ്യം തന്നെ പെൻസിൽ വെച്ചിട്ടാണ് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ എന്തെങ്കിലും കറക്ഷൻസോ എന്തെങ്കിലും മാറ്റങ്ങളോ വരുത്തണം തോന്നിയാൽ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പെൻ ഉപയോഗിച്ചിട്ട് തന്നെ ഡയറക്റ്റ് വരച്ച് തുടങ്ങണം. എന്നിട്ട് ഈ കണ്ണിന് മുകളിൽ വരച്ചതൊക്കെ നമ്മളൊന്ന് പെന്ന് വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വരച്ച പൂമൂട്ടിൻ്റെ ഉള്ളിലായിട്ട് താഴേന്ന് മുകളിലോട്ട് വരുന്ന പോലെ കുറച്ച് സ്ട്രെയിറ്റും കർവ്ഡായിട്ടുള്ള ലൈൻസൊക്കെ വരാം. ഇതിൽ തന്നെ കറക്റ്റ് പെർഫെക്റ്റ് ആണെന്ന് നിർബന്ധമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരച്ച് കൊടുക്കാം. ജസ്റ്റ് താഴേന്ന് മുകളിലോട്ട് വന്നാൽ മാത്രം മതി. ഈ സെൻറ്റാങ്കിൾ ആർട്ട് വന്നത് ഒരു ഈസി മെത്തേഡാണ്. നമുക്ക് വരയ്ക്കാൻ പ്രത്യേകിച്ച് കഴിവുകളുടെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് കുറച്ചൊരു ടൈം വേണമെന്നുള്ളൂ. സ്കൂളാക്കാൻ ഈ സെൻറ്റാങ്കിൾ ആർട്ട് നമ്മൾ കൂടുതലായിട്ട് സഹായിക്കും. ഈ പൂമുട്ടിൻ്റെ ടോട്ടൽ ലൈൻസ് വരച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു പെന്നും മാർക്കറോ ഉപയോഗിച്ചിട്ട് പൂമുട്ടിൻ്റെ ആ ഭാഗത്ത് നിന്നും തണ്ട് നമ്മൾ പെൻസിലോണ്ട് വരച്ചത് അത് അതിൻ്റെ താഴോട്ട് വരെ ഒന്ന് വരച്ചു കൊടുക്കുക. പൂമുട്ടും തണ്ടും ആ കണക്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് ജസ്റ്റ് പൂമുട്ടിൻ്റെ സൈഡിൽ കൂടെ രണ്ട് സൈഡിൻ്റെ കൂടെ തന്നെ പെന്നോ മാർക്കറോ വെച്ചൊന്ന് കട്ട് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടും. അതിനുശേഷം ഒരു സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഈ വരച്ചതിൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരക്കാം. ഈ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത് വെച്ചാൽ നമ്മൾ വരച്ച ഈ പൂമുട്ടിനും തണ്ടിൻ്റെയും ഹൊറിസോണ്ടലായിട്ടാണ് വരയ്ക്കേണ്ടത്. ഈ സെൻറ്റാങ്കിൾ ആർട്ടിൽ ഏറ്റവും ടൈം കൺസ്യൂം ചെയ്യുന്നത് ഈ ഒരു പാർട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ സ്കെയിൽ വെച്ച് നമ്മൾ ആ ഒരു മുകൾ ഭാഗം തൊട്ട് താഴെ ഭാഗം വരെ വരയ്ക്കുന്നത്. ഈ നമ്മൾ വരച്ച ഈ സെൻറ്റാങ്കിൾ ആർട്ടിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്കെയിൽ വെച്ച് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പൂമുട്ടിൽ ഒരിക്കലും തട്ടാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി തന്നെ പോയി. ഈ സെൻറ്റാങ്കിൾ ആർട്ടിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ്. ഇതോടുകൂടി നമ്മൾ ഈ ഈസി ആയിട്ടുള്ള സെൻറ്റാങ്കിൾ ആർട്ട് കംപ്ലീറ്റ് ആവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കുറച്ച് ഔട്ട്ലൈൻ വെച്ചിട്ട് കട്ട് കൊടുക്കണം, അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ കറക്ഷൻസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഈസി ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.